Geestar 2.1 kit. ഒരു 10-20 വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വീഡിയോസ് ഇതിപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മളേതായ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ ഒരു വ്യൂ പോയിന്റിൽ കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മളൊരു 2.1 ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന നിലയ്ക്ക് ഞാൻ ഒരു ക്യാബിനറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. Geestarൻ്റെ തന്നെ ഈ കിറ്റിന് കറക്റ്റ് സൂട്ടബിളായ ക്യാബിനറ്റ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇതിൻ്റെ കിറ്റിൻ്റെ റിവ്യൂ, ഇത് ഇതിനകത്തേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റിമോട്ട് കിറ്റിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ റിമോട്ട് കിറ്റിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഈ ടൈപ്പിലാണ് കിറ്റ് വരിക, ബോക്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ പാർട്സൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ കിറ്റിൻ്റെ കൂടെ കിട്ടുക, അതായത് ആ ബോക്സിൽ ഉണ്ടാവുക. വയറ് ഫുള്ളായിട്ട് ഉണ്ടാവും, അതേപോലെ ഡിസ്പ്ലേ മൊഡ്യൂൾ ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ മെയിൻ ബോർഡ്, ഒരു മൈക്കിൻ്റെ സോക്കറ്റ്, എൻകോഡർ കൺട്രോൾ, ആ സ്വിച്ചിൻ്റെ നോബ്, അതായത് ഇവിടെ വരുന്ന നോബുകളാണിത്, പുഷ് ബട്ടൺസിൻ്റെ മുകളിൽ വരുന്ന റിമോട്ട്. അപ്പോൾ ഇത് ഈ ബോർഡുകളൊന്ന് ഡീറ്റെയിൽ ആക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ USB പോർട്ട് ഉണ്ട്, അതേപോലെ 4 ബട്ടൺസ് ഉണ്ട്, 2 കണക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട് പാനലിൽ ഫിക്സ് ചെയ്യാനുള്ള പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ, കണക്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാനിവിടെ വയർ ഇടുമ്പോൾ കാണിച്ചു തരാം. അടുത്ത കഴിഞ്ഞിപ്പോൾ ഈ ഒരു പാക്കറ്റാണുള്ളത്, അതായത് ആ ഡിസ്പ്ലേയുടെ മുകളിലേക്ക് വരുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബട്ടൺസിൻ്റെ മുകളിൽ ഇടാനുള്ള ഒരു നോബുകളാണിത്. അപ്പോൾ ആ പാക്കറ്റിനകത്ത് ഈ കാണുന്ന 4 നോബാണുള്ളത്. ഇത് മൊത്തം നമ്മൾ ഈ പാനലിൻ്റെ മുകളിലുള്ള ഈ ബട്ടൺസിൻ്റെ മുകളിൽ ഈ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പാനലിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ബട്ടൺസ് ഉപയോഗിക്കാനുള്ള രൂപത്തിൽ കിട്ടും. ഉണ്ടോ? ഈ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് ഈ എൻകോഡർ. ഇതെല്ലാം ഈ ഒരു ഫിറ്റിങ്സിൽ, അതായത് ഈ ഫ്രണ്ട് പാനലിൽ വരുന്ന ഫിറ്റിങ്സാണ്. ഇതിനുള്ള കണക്ഷനാണ് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് വരുന്നത്, എൻകോഡറിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ അത് നമുക്ക് വയറിൻ്റെ കിറ്റിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ വയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വയറിന് ഏതാണ് വയറെന്ന് സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. അടുത്തത് നമ്മൾ മെയിൻ ബോർഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന 2 എണ്ണം നമുക്ക് ഓഡിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻപുട്ടാണ്. ഒന്ന് കോയാക്സിയൽ ഇൻപുട്ടാണ്, ഒന്ന് ഒപ്റ്റിക്കലാണ്, ഒന്ന് HDMI ARC ആണ്. അതൊരു വിധം എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ AC in GND എന്ന് കാണാം. അതായത് 12 വോൾട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. 12 വോൾട്ട് AC in എന്നാണ് ഇവിടെ ഉള്ളത്. അവിടെ ആദ്യത്തെ ആ ഒരു ബഗ് കിടക്കുന്നത്, ആദ്യത്തെ ആ ഒരു പ്രശ്നം കിടക്കുന്നത് AC in അല്ലത് DC ഇൻപുട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സാധാരണ AC in ആണെങ്കിൽ ഇവിടെ റെക്ടിഫയർ കാണാം. അത് ഇവിടെ ഒരു ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഡയോഡ് ഉണ്ട്, പക്ഷേ എന്നാലും ഏറ്റവും സേഫായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ DC ആക്കി കൊടുക്കുന്നതാണ്. പിന്നെ 12 to 24 സപ്പോർട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്ത് നേരിട്ടാണ്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്നത് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓഡിയോ ലെഫ്റ്റ്, ഗ്രൗണ്ട്, ഓഡിയോ റൈറ്റ്, പിന്നെ മ്യൂട്ട്, പിന്നെ ഗ്രൗണ്ട്, സബ്വൂഫർ ഔട്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് 2.1 എല്ലാ ഔട്ട്പുട്ടും ഇവിടെ കിട്ടി. അടുത്ത ഈ ഏരിയയിൽ കാണുന്നത് നമുക്ക് മൈക്ക് കണക്ഷനാണ്. അപ്പോൾ അത് ഞാൻ ആ മൈക്കിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പറയാം. പിന്നീട് ഫ്രണ്ട് പാനലിലുള്ള കണക്ഷൻ, അതായത് IR-ഉം 5 വോൾട്ട്, അതായത് ഫ്രണ്ട് പാനലിലേക്ക് പോകുന്ന കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനാ വയറിംഗ് കിറ്റ് മൊത്തത്തിൽ ഇതിനകത്തുള്ള വയറിംഗ് കിറ്റ് തന്നെ ഫുൾ മതിയാവും, വേറെ ഒന്നും ഇതിനൊക്കെ ആവശ്യമില്ല. നമുക്ക് ആദ്യം തന്നെ ആ ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷൻ ആദ്യം കൊടുത്തിട്ട് ബോർഡിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ പാനലിലേക്ക് മെയിൻ ബോർഡിൽ നിന്ന് ഈ ബോർഡിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഞാനിതിവിടെ ആദ്യം കണക്ട് ചെയ്യാണ്. നമുക്കിത് റോങ് ആയിട്ട് പോയില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, വളരെ നിസ്സാരമായിട്ട് ആർക്കും കണക്ട് ചെയ്യാം. അടുത്ത ഭാഗം നമ്മളിവിടെ ഇത് ഇങ്ങനെയല്ല കേട്ടോ, നമ്മൾ ക്യാബിനറ്റിൽ കണക്ട് ചെയ്യാം. അതാകുമ്പോൾ വയറൊക്കെ നല്ല ഒതുക്കി നല്ല സെറ്റാക്കി പോവും. ഇതിപ്പോൾ ഈ കിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അത് റെഡി. ഈ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാം, എൻകോഡർ കണക്ട് ചെയ്യാം. പാനലിൻ്റെ മുകളിലുള്ള എൻകോഡർ ഇതേപോലെ നമുക്കിവിടെ കണക്ട് ചെയ്യാം. 4 വയറുള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഇതിന് മുകളിലുള്ള ഈ കോഡിങ് നോക്കിയാൽ മതി. ഇത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഏരിയയിലാണ് എൻകോഡർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അത് സംശയമില്ലാതെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. രണ്ടും സെയിം മാർക്കിംഗ് ആണ്. അങ്ങനെ നോക്കിയാൽ മതി, പെട്ടെന്ന് എന്തേ സംശയം വരികയാണെങ്കിൽ. കാരണം ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ 4 പിന്നുള്ള സോക്കറ്റുകൾ കാണാം. അപ്പോൾ ആ സംശയം വേണ്ട, ഇങ്ങനെ ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് ഇനി കണക്ട് ചെയ്യാം എൻകോഡർ. അപ്പോൾ എൻകോഡർ കണക്ട് ചെയ്തു, ഇതും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഫ്രണ്ട് പാനലിലുള്ള പരിപാടി കഴിഞ്ഞു. ഇനിയുള്ള എല്ലാ കണക്ഷനും ഇതിലേക്കാണ്. അത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇനി റെഡ് കാണുന്നത് DC ഇൻപുട്ടാണ്. DC നമുക്ക് AC കൊടുക്കാം, അവിടെ റെക്ടിഫയർ ഉണ്ട് പറഞ്ഞല്ലോ, പക്ഷേ DC കൊടുക്കുന്നതാണ് സേഫ്. അപ്പോൾ ഞാൻ ഈ സോക്കറ്റാണ് ഇനി കറക്റ്റായിട്ട് ഈ കിറ്റിൻ്റെ കൂടെ സൂട്ടബിൾ ആയത്. അപ്പോൾ അതാണ് ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്രൗൺ വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവായിട്ട് വരും. അപ്പോൾ അതേപോലെ 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഈ മൈക്കിൻ്റെയും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയം വേണ്ട, ഇതേപോലെ തന്നെ ഈ മൈക്കിൻ്റെ സോക്കറ്റിൻ്റെ മുകളിൽ നോക്കുക.
നിങ്ങൾക്ക് ഇത് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി, വേറെ സംശയങ്ങളൊന്നും വേണ്ട. ക്ലിയറായിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതിനെപ്പറ്റി പഠിച്ച് ഗവേഷണം നടത്തേണ്ട യാതൊരു പ്രശ്നമില്ല. ഇവിടെ കോഡിങ് നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇവിടെ മൈക്ക് എൽ എന്ന് കാണുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ മൈക്ക് എൽ, മൈക്ക് ലെഫ്റ്റ്, അതേപോലെ തന്നെ മൈക്ക് റൈറ്റ്, അതേപോലെ തന്നെ GND. അപ്പോൾ അതേപോലെ കണക്ഷൻ കൊടുക്കാം. പക്ഷേ ഈ കണക്ഷന് മാറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റേതല്ല. അപ്പോൾ ഇതും തമ്മിൽ കണക്ട് ചെയ്യാം. ഇനിയുള്ളത് ഓഡിയോ ആണ് നമുക്ക് ഔട്ട്പുട്ട് വരാനുള്ളത്. അതിൻ്റെ വയർ നമുക്കിവിടെ 2 തരം വയറുണ്ട്. ഇതേപോലെ തന്നെ ഈ 2 തരത്തിൽ വയറുണ്ട്. ഇതൊരു വയറാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ സബ് ഔട്ടിന് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു പെയറും കൂടി ഉണ്ട്. ഞാൻ ആംപ്ലിഫയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന 3 പിന്ന്, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. അതിനകത്ത് സബും ഗ്രൗണ്ടും ആണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് നമ്മളിത് ആംപ്ലിഫയർ കൊടുത്തിട്ടാണ് സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 12 വോൾട്ട് സപ്ലൈ, പിന്നെ സാധാരണ നമുക്ക് ബ്ലൂടൂത്ത് എന്താണെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓഡിയോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് അല്പം പ്രയാസമുള്ളതുകൊണ്ട് നമ്മളൊരു ഡാർക്ക് മോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്ത് ഓണാക്കാൻ പോവാണേ. അപ്പോൾ ഫസ്റ്റ് പവർ ചെന്ന പാടെ തന്നെ ഹൈ എന്ന് വന്നു. അത് കഴിഞ്ഞ് BT എന്ന് വന്നു. ആദ്യം തന്നെ വോളിയം കൺട്രോൾ വർക്കിംഗ് ആണോ നോക്കാം. വോളിയം 44, 43 അതൊക്കെ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ വോളിയം. ഓക്കെ, അപ്പോൾ നമ്മളൊരു 45, 48 തന്നെ വെക്കുകയാണ്. നമ്മൾ ആദ്യം പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇപ്പോൾ 5th പാർട്ടായിരിക്കാം. ഇപ്പോൾ റീഡിങ് ആയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ നമ്മൾ മെയിൻ വോളിയം ഒന്ന് കൊടുത്തു നോക്കാം. അതായത് നമ്മൾ ആംപ്ലിഫയറിന് മുകളിലൊരു വോളിയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റിമോട്ടിലെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് ഞാൻ പിന്നീട് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ വോളിയം റിമോട്ടിൽ 49, 50. അത് ഞാൻ മെയിൻ വോളിയം വളരെ കുറച്ചാണ് കേട്ടോ വെച്ച്. നമുക്ക് ട്രബിൾ കൺട്രോൾ, ട്രബിൾ പോസിറ്റീവ് ലെഫ്റ്റ് ആണ്. ബേസ് പോസിറ്റീവ് 12 വരെ ബേസ് ഉണ്ട്, 12 വരെ ട്രബിളും ഉണ്ട്. ഇനി EQ ഓപ്ഷൻസ് ഉള്ളത് പോപ്പ്, റോക്ക്, കസ്റ്റം, നോർമൽ. പെൻഡ്രൈവ് ചെക്കിങ് ഒക്കെ നമ്മൾ ബ്ലൂടൂത്ത് ചെക്ക് ചെയ്യാം. ബ്ലൂടൂത്ത് നമ്മൾ ഒരു മ്യൂസിക് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. വോളിയം ലെവൽ എൻകോഡറിൽ നോക്കാം. 50 മാക്സിമം വോളിയാണ്. ഞാൻ മാസ്റ്റർ മെയിൻ വോളിയം കുറച്ചതാണ്. കുറച്ചൊരു സോഫ്റ്റ് പാട്ട് കിട്ടണം. ട്രബിൾ ഇത് നെക്സ്റ്റ് ബട്ടണാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഏത് ഓപ്ഷനിലായാലും നെക്സ്റ്റ് അടിക്കാം. ഇവിടെ മോഡ് BT, FM അങ്ങനെയുള്ള മോഡുകൾ. ഓക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ബോർഡിൻ്റെ മുകളിലുള്ള ഓക്സ് ആണ് കണക്റ്റ് ആവുക. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് കുറച്ച് വെച്ചത് ഈ ഡിസ്പ്ലേ കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് പാനലിനകത്ത് കയറ്റിയാൽ ഈ ഡിസ്പ്ലേ വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കണക്ഷൻസ്, ബാക്കി ഫിറ്റിങ്സ് ഒക്കെ ചെയ്തതിന് ശേഷം, അതായത് പാനലിൻ്റെ മുകളിൽ ക്യാബിനറ്റിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ HDMIയും ഒപ്റ്റിക്കലും ഓക്സ് ഇൻപുട്ടും ഒക്കെ സെലക്ട് ചെയ്യാൻ, അതായത് ചെക്ക് ചെയ്യാൻ. അപ്പോൾ അന്നേരം അത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻറ്റിന കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ FMഉം അതുപോലെ തന്നെ മൈക്കും അതിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫുൾ മേക്കിംഗ് വീഡിയോയിൽ ഇത് ഫുൾ ക്ലിയർ ചെയ്തിട്ട് പ്ലേ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഈ കോഡിങ് ഇവിടെ ചെയ്ത ലെറ്റർ കോഡിങ് നോക്കിയിട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതിലേക്ക് AC ഇൻപുട്ട് കൊടുക്കരുത്, DC ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റും സബ് ഊഫർ ഔട്ടും നമുക്ക് സെപ്പറേറ്റ് കിട്ടും. നമുക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഒരു സബ് ഊഫർ ഫിൽറ്റർ ബോർഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അതല്ല അത് പ്രോലോജിക് ആക്കി ഉപയോഗിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോലോജിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ സബും ഈ കാര്യങ്ങളും എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ പല
കാര്യങ്ങളും പല റിവ്യൂസിലും പറയുന്നത് വെച്ചിട്ട് ആ പ്രശ്നങ്ങളൊന്നും എനിക്കിവിടെ തോന്നിയിട്ടില്ല. അതായത് എല്ലാ പ്രശ്നങ്ങളും തോന്നിയില്ല. ചില കിറ്റിന് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് സബ് വൂഫർ ചെക്ക് ചെയ്തില്ല, ബാക്കിയെല്ലാ ചാനൽസിലുള്ള ഒരു പ്രശ്നവും നോയ്സോ ഹമ്മിങ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ കേട്ടില്ല. ഇനി നമ്മൾ കുറച്ച് സമയം വർക്ക് ചെയ്യുമ്പോൾ കേൾക്കുമോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ ആ ചെക്കിങ് വീഡിയോ, അതായത് ആ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ആ മേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു ഫുൾ ഡേൻ്റെ ചെക്കിങ്ങിൻ്റെ ചെറിയ ചെറിയ സ്ലൈഡ്സാണ് നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ അത് മാക്സിമം അതിനകത്ത് എന്തെല്ലാം നോയ്സോ കാര്യങ്ങളോ എന്തൊക്കെ വരാണ്ടോ അതൊക്കെ ആ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡ് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാബിനറ്റും ഈ കിറ്റും കൂടെ വാങ്ങാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.